നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൈവളികെ കയ്യർക്കട്ടയിൽ വീട് കുത്തി തുറന്ന് 25,000 രൂപയും വാച്ചുകളും കവർന്നു. കയ്യർക്കട്ടയിലെ ഫൗസിയ ഫാത്തിമയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. UDF കാസർഗോഡ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നായ്മാർബുലയിൽ ആരംഭിച്ചു. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇടതുമുന്നണിയുടെ നിലപാട് നിർഭാഗ്യകരമെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നും VM സുധീരൻ. പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി എന്ന തരത്തിൽ തനിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങളെ തള്ളിക്കളയുന്നതായി UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികൾ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പുതുമയുള്ള കാര്യമല്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇടതു സർക്കാരിന്റെ ഭരണകാലത്താണ് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസനമുണ്ടായതെന്ന് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. 5 വർഷത്തെ BJP ഭരണം രാജ്യം ഉയർത്തിപ്പിടിച്ച എല്ലാ മൂല്യങ്ങളെയും തകർത്തതായും KP സതീഷ് ചന്ദ്രൻ. അങ്കടിമുഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും 17 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന കായികാധ്യാപകനുള്ള യാത്രയയപ്പും മാർച്ച് 30-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഉപ്പള ദേശീയപാതയിൽ ഹൊസങ്കടി ചെക്ക് പോസ്റ്റിന് സമീപത്തെ കൈവരി തകർന്ന പാലം നന്നാക്കണമെന്ന ആവശ്യം. പ്രക്ഷോഭവുമായി നാട്ടുകാർ. വാർത്തകൾ വിശദമായി. പൈവളികെ കയ്യർക്കട്ടയിൽ വീട് കുത്തി തുറന്ന് 25,000 രൂപയും വാച്ചുകളും കവർന്നു. കയ്യർക്കട്ടയിലെ ഫൗസിയ ഫാത്തിമയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. പണം, വാച്ചുകൾ എന്നിവയ്ക്ക് പുറമെ 8,000 രൂപ വില വരുന്ന പെർഫ്യൂമുകളും നഷ്ടമായിട്ടുണ്ട്. ഫൗസിയ ഫാത്തിമ തറവാട് വീട്ടിലേക്ക് പോയ സമയത്താണ് കവർച്ച നടന്നത്. ഇവരുടെ ഭർത്താവ് അബ്ദുൽ ഖാദർ ഗൾഫിലാണ്. തറവാട് വീട്ടിൽ നിന്നും കഴിഞ്ഞ ദിവസം വൈകുന്നേരം വീട്ടിലെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിഞ്ഞത്. മുൻവശത്തെ വാതിൽ തകർത്ത് മോഷ്ടാക്കൾ കിടപ്പുമുറിയിലെ അലമാരിയിൽ സൂക്ഷിച്ച പണവും വാച്ചുകളും പെർഫ്യൂമുകളുമാണ് കവർന്നത്. സംഭവത്തിൽ ഫൗസിയ ഫാത്തിമയുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും പോലീസ് നായയും സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. പ്രദേശത്ത് സാമൂഹ്യ വിരുദ്ധരുടെ ശല്യമുണ്ടെന്നും ഇത്തരക്കാരായിരിക്കാം ആളില്ലാത്ത വീടാണെന്ന് തിരിച്ചറിഞ്ഞ് കവർച്ച നടത്തിയതെന്നുമാണ് നാട്ടുകാരുടെ സംശയം. തിരിച്ച് പിറ്റേസ് രാവിലെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഫ്രണ്ട് ഡോർ തകർക്കപ്പെട്ട സ്ഥിതിയിലാണ് കണ്ടത്. ഉടൻ തന്നെ CI സാറിനെ വിളിച്ചു, SI സാറിനെ വിളിച്ചു. SI സാർ ഇമ്മീഡിയറ്റായി ഇങ്ങോട്ട് വരികയും മൊത്തം നോക്കുകയും വിലയിരുത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 80,000 രൂപയോളം നഷ്ടം വന്നതായി ബോധ്യപ്പെട്ടു. ഈയിടെയായി ഈ പ്രദേശത്ത് ഇത്തരം സാമൂഹിക പ്രവർത്തനങ്ങൾ, വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുകയും അത് കണ്ടുവരികയും എല്ലാം SI സാറിനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്ന് SI സാറിന് നമുക്ക് ഉറപ്പ് തരികയും ചെയ്തു. മദ്യപരും കഞ്ചാവ് സംഘങ്ങളും അടക്കമുള്ള സാമൂഹ്യ വിരുദ്ധരെ നിലക്ക് നിർത്തുവാൻ പോലീസ് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പ്രദേശത്തെ പല വീടുകളിലും നേരത്തെ കവർച്ചകളും കവർച്ചാ ശ്രമങ്ങളും നടന്നിട്ടുണ്ട്. ഈ സംഭവങ്ങളിൽ പോലീസ് അന്വേഷണം പലതും പാതി വഴിയിലാണ്. ന്യൂസ് ഡെസ്ക് KCN. UDF കാസർഗോഡ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നായ്മാർബുലയിൽ ആരംഭിച്ചു. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, UDF ചെയർമാൻ ഗോവിന്ദൻ നായർ, KP കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് CK ശ്രീധരൻ, NA നെല്ലിക്കുന്നി MLA തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് KCN. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇടതുമുന്നണിയുടെ നിലപാട് നിർഭാഗ്യകരമെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. കാസർഗോഡ് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നും പ്രഖ്യാപനം ഉടനുണ്ടാകുമെന്നും VM സുധീരൻ പറഞ്ഞു. പുറത്തുനിന്നുള്ള
സ്ഥാനാർത്ഥി എന്ന തരത്തിൽ തനിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങളെ തള്ളിക്കളയുന്നതായി കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികൾ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പുതുമയുള്ള കാര്യമല്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി എന്ന തരത്തിൽ തനിക്കെതിരെ പ്രചരണം നടത്തുന്നത് സങ്കുചിതമായ ചിന്തകൾ കൊണ്ടാണ്. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന്റെ മുൻകാല ചരിത്രമെടുത്ത് നോക്കിയാൽ തന്നെ പുറത്തുനിന്നുള്ള ഒട്ടനവധി സ്ഥാനാർത്ഥികൾ ഓരോ മുന്നണിക്കായും മത്സരിച്ചതായി കാണാം. എതിർ സ്ഥാനാർത്ഥികൾ സങ്കുചിതമായ ചിന്തകൾ മാറ്റിവെക്കണമെന്നും ദേശീയ മനോഭാവത്തോടെ ആരോഗ്യപരമായ പ്രചരണം നടത്തുവാൻ തയ്യാറാകണമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ കൂട്ടിച്ചേർത്തു. ഇത്തരം ബാലിശമായ ചിന്താഗതികൾ, ഇത്തരം ദേശീയ കാഴ്ചപ്പാടുണ്ട് എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ ജനങ്ങളുടെ മുമ്പിൽ മോശമായി ചിത്രീകരിക്കാൻ മണ്ഡലത്തിലെ ആളല്ലെന്ന് പറയുന്നത് അത് തികച്ചും തെറ്റായ ഒരു പ്രവണതയാണ്. അപ്പം നേതാക്കന്മാർ സംസ്ഥാനം വിട്ടും മണ്ഡലം വിട്ടുമൊക്കെ മത്സരിക്കുന്നത് ഒരു പാർട്ടിയുടെ മാത്രം പ്രത്യേകതയല്ല, എല്ലാ പാർട്ടികളുടെയും പ്രത്യേകതയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് സങ്കുചിതമായ ചിന്തകൾ വെടിഞ്ഞ്, ബാലിശമായ ചിന്തകൾ വെടിഞ്ഞ് ദേശീയ മനോഭാവത്തോടുകൂടി ചിന്തിക്കാനും സ്ഥാനാർത്ഥിക്കെതിരെ പ്രചരണം നടത്താനും ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് BJPയോടും അതുപോലെ മറ്റുള്ളവരോടും പറയാനുള്ളത്. ഞാനൊരു ദേശീയ പാർട്ടിയുടെ വക്താവാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജാതി, മതം, ഭാഷ, വർഗം, പ്രദേശം ഇതൊന്നും എൻ്റെ മനോമുകുരത്തിലില്ല. ഒരു ദേശീയ പാർട്ടിയുടെ വക്താവ് എന്നുള്ള നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ 14 ജില്ലയും എനിക്ക് ഒരുപോലെയാണ്. അത് മനസ്സിലാക്കണം. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് TA ഷാഫി അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ഡെസ്ക് KCN. ഇടത് സർക്കാരിന്റെ ഭരണകാലത്താണ് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസനമുണ്ടായതെന്ന് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. 5 വർഷത്തെ BJP ഭരണം രാജ്യം ഉയർത്തിപ്പിടിച്ച എല്ലാ മൂല്യങ്ങളെയും തകർത്തതായും KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. കാസർഗോഡ് പ്രസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മതേതരത്വം, ജനാധിപത്യം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള സൗഹാർദ്ദം, രാഷ്ട്രീയ സദാചാരം എന്നിവയെല്ലാം നശിപ്പിക്കുന്ന നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. ഒരു കാലത്ത് ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിന്ന ഭാരതം ഇന്ന് BJPയുടെ ഭരണത്തെ തുടർന്ന് തലകുനിക്കേണ്ട അവസ്ഥയിലാണെന്നും KP സതീഷ് ചന്ദ്രൻ പറഞ്ഞു. BJPയുടെ ദുർഭരണത്തിനെതിരെ എല്ലാ രാജ്യസ്നേഹികളും മതേതര വിശ്വാസികളും ഒറ്റക്കെട്ടായി ഈ തെരഞ്ഞെടുപ്പിൽ വിധിയെഴുതണമെന്നും KP സതീഷ് ചന്ദ്രൻ കൂട്ടിച്ചേർത്തു. 5 വർഷത്തെ BJP ഭരണം ഇന്ത്യ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിപ്പിടിച്ച എല്ലാ മൂല്യങ്ങളെയും കശാപ്പ് ചെയ്യാനാണ് ശ്രമിച്ചത്. ഇന്ത്യ ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്ക് മുമ്പിലും ശിരസ്സുയർത്തിപ്പെടുന്ന ഒരു രാജ്യമാണ്. അതിനെ അവമാനിക്കുന്ന നയങ്ങളാണ് BJP സ്വീകരിച്ചത്. അപ്പം അതിനെതിരായി എല്ലാ ദേശാഭിമാനികളുടെയും മതേതര ജനാധിപത്യ വിശ്വാസവും വലിയൊരു മുന്നേറ്റം നമ്മുടെ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് BJPയെ പരിഭ്രാന്തരാക്കിയിട്ടുണ്ട്. കേരളത്തിലും നിശ്ചയമായും മതേതര ജനാധിപത്യ വിശ്വാസികൾ BJPക്കെതിരായ പോരാട്ടത്തിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പോരാട്ടത്തിൽ കോൺഗ്രസിന് വിശ്വാസ്യതയില്ല എന്ന അനുദിനം തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ പോലും കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ BJPയിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ലെങ്കിൽ ഉടനെ BJP പോകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ കോൺഗ്രസിന് ക്രെഡിബിലിറ്റി ഇല്ല, വിശ്വാസ്യതയില്ല. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിച്ചാലും വേശാൻ പോകില്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മണ്ഡലം ഉൾപ്പെടെ ഞങ്ങൾ കാണുന്നു, ഞങ്ങളുടെ അനുഭവം, പ്രചരണത്തിന് ചെന്നപ്പോൾ അനുഭവം, ഇടതുപക്ഷത്തിന് പുറത്തുള്ള ഒരുപാട് മതേതര ജനാധിപത്യ വിശ്വാസികൾ ഈ തെരഞ്ഞെടുപ്പിൽ LDFന് വോട്ട് ചെയ്യും. CPM നേതാവ് CH കുഞ്ഞമ്പുവും KP സതീഷ് ചന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നു. പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് TA ഷാഫി മീറ്റ് പ്രസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ന്യൂസ് ഡെസ്ക് KCN. അങ്കടിമുഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും 17 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന കായിക അധ്യാപകനുള്ള യാത്രയയപ്പും മാർച്ച് 30 നടക്കും. സ്കൂൾ PTA, യുവശക്തി ക്ലബ് എന്നിവയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 30 രാവിലെ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അൻസാർ അങ്കടിമുഗർ പതാക ഉയർത്തും. കാസർഗോഡ് DEO നന്ദികേശൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ബഷീർ കൊട്ടുടൽ അധ്യക്ഷത വഹിക്കും. സർവീസിൽ നിന്നും വിരമിക്കുന്ന കായിക അധ്യാപകനായ ശിവപൂജാരിക്കുള്ള യാത്രയപ്പ് ചടങ്ങ് മഞ്ചേശ്വരം മുൻ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറും. ചടങ്ങിൽ സാമൂഹിക സാംസ്കാരിക നേതാക്കളടക്കം നിരവധി പേർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കായിക അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന ശിവപൂജാരി മാസ്റ്റർ
അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ് ഈ മാർച്ച് 31 തീയതി. അപ്പോൾ അദ്ദേഹത്തിനുള്ള ഒരു യാത്രയപ്പം കൂടി വരുന്ന മാർച്ച് 30 തീയതി ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ആ പരിപാടി നമ്മുടെ കാസർഗോഡിന്റെ മഞ്ചേശ്വരത്തിന്റെ മുൻ MLA CH കുഞ്ഞമ്പു അദ്ദേഹമാണ് ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത്. സ്കൂൾ ഹെഡ് മാസ്റ്റർ PA ഹമീദ് അലി, അൻസാർ അങ്കടിമുഗർ, റഫീഖ് ഹുസൈൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഉപ്പള ദേശീയപാതയിൽ ഹൊസങ്കടി ചെക്ക് പോസ്റ്റിന് സമീപത്തെ കൈവരി തകർന്ന പാലം നന്നാക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത്. ഒരു മാസം മുൻപ് മണലുമായി പോയ ടിപ്പർ ലോറി ഇടിച്ചാണ് പാലത്തിന്റെ കൈവരി തകർന്നത്. വളരെ ഇടുങ്ങിയ ഈ പാലത്തിലൂടെ പോകുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഇപ്പോൾ പതിവാണ്. നിരവധി തവണ ഈ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ആംബുലൻസുകളടക്കം നിരവധി വാഹനങ്ങളാണ് ഈ റോഡിലൂടെ ദിവസവും കടന്നുപോകുന്നത്. പോലീസ് പരിശോധന ഭയന്ന് ലൈസൻസ് ഇല്ലാത്തവരും വണ്ടിയുടെ പേപ്പറുകളില്ലാത്തവരും തലങ്ങും വിലങ്ങും അശ്രദ്ധമായി ഓടുന്നത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടുന്നു. ചെക്ക് പോസ്റ്റിൽ പരിശോധനയില്ലാത്തതിനാൽ ചരക്ക് വാഹനങ്ങളടക്കമുള്ളവ അമിത വേഗതയിലാണ് ഇതുവഴി കടന്നുപോകുന്നത്. അപകടങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തി എത്രയും പെട്ടെന്ന് പാലം നന്നാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മംഗൽപാടി പഞ്ചായത്തും അതുപോലെ മഞ്ചേശ്വരം പഞ്ചായത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഈ പാലം, അതിൻ്റെ കൈവരികൾ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് ടിപ്പർ ലോറി ഇടിച്ച് തകർന്ന് കിടക്കുകയാണ്. അപ്പോൾ ഒരുപാട് തവണ അധികൃതരെ ഈ പ്രശ്നം ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഇതുവരെ ഒരു തരത്തിലുള്ള പരിഹാര നടപടികളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കണ്ണൂർ അടക്കമുള്ള അയൽ ജില്ലകളിൽ നിന്ന് അത്യാസന്ന രോഗികളുമായി വരുന്ന ആംബുലൻസുകളടക്കം ഒരുപാട് ആയിരക്കണക്കിന് വാഹനങ്ങൾ നിത്യേന യാത്ര ചെയ്യുന്ന ഒരു പാതയാണിത്. അപ്പോൾ ഒരു ചെറിയ അശ്രദ്ധയുണ്ടായാൽ വൻ അപകടം പതിയിരിക്കുന്ന ഈ പാലത്തിൻ്റെ തകർന്ന കൈവരികൾ എത്രയും പെട്ടെന്ന് മാറ്റി സ്ഥാപിക്കുക, പുനർനിർമ്മിച്ച് സുഖകരമായ യാത്രാ സൗകര്യം ഒരുക്കണമെന്നാണ് അധികൃതരോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് KCN. BMS കാസർഗോഡ് ജില്ലാ സമ്മേളനം നടന്നു. ബസ് മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് അനുകൂലമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. BMS കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് മഹാകവി P സ്മാരക മന്ദിരത്തിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് VB സത്നാഥ് അധ്യക്ഷനായ സമ്മേളനം ബസ് ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി രഘുരാജ് ഉദ്ഘാടനം ചെയ്തു. പലപ്പോഴും ഉച്ചയ്ക്ക് ചെല്ലാനൊക്കെ എത്തിയാൽ ബസ് ഡ്രൈവർ പുറത്തിറങ്ങാൻ ആ സീറ്റ് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും. അടുത്ത വണ്ടി തിരിച്ചു പോകും. മൂത്രം ഒഴിക്കുന്നതൊക്കെ ഒരു 5-6 മണിക്കൂർ കഴിഞ്ഞാൽ മിക്കവാറും മൂത്രം കട്ടിയായിട്ട് ഒഴിച്ചെടുക്കാൻ പറ്റുന്ന വലിയ സംവിധാനം ഉണ്ടെങ്കിൽ അതാണ് എളുപ്പം. കാരണം അല്ലാതെ മൂത്രം ഒഴിക്കാൻ സമയമൊന്നുമില്ല, അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. എന്നിട്ടാണ് നാം ഈ പൊതുഗതാഗതം സംരക്ഷിച്ചു കൊണ്ടുപോകുന്നത്. ഇങ്ങനെ സംരക്ഷിച്ചു കൊണ്ടുപോകുന്ന ഈ പൊതുഗതാഗതത്തെ സംരക്ഷിക്കാൻ നമ്മുടെ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെങ്കിൽ മലയാളി അനുഭവിക്കുന്ന ആനുകൂല്യമായ പൊതുഗതാഗതം അവസാനിക്കും. ബസ് മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ബസ് മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് അനുകൂലമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് K. ശ്രീനിവാസൻ സംസാരിച്ചു. സമ്മേളനത്തിൽ ബസ് മേഖലയിലെ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു. നോട്ട് നിരോധിച്ച് ജനത്തെ വിഷമിപ്പിച്ച മോദിക്കെതിരെയുള്ള ജനവിധിയാണ് വരാനിരിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി. കാഞ്ഞങ്ങാട് മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നു. നോട്ട് നിരോധനം നടത്തി ജനങ്ങളെ വിഷമിപ്പിച്ച നരേന്ദ്രമോദിക്കെതിരെയുള്ള വിധിയെഴുത്താണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ട്രഷറർ CT അഹമ്മദ് അലി പറഞ്ഞു. കാഞ്ഞങ്ങാട് മണ്ഡലം UDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് കൺവെൻഷൻ നടന്നത്. കല്യോട്ട് സംഭവത്തിനെതിരെയുള്ള വിധിയെഴുത്താവും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്നലെ നിങ്ങൾ കേട്ടതാണ്, മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് BJPയിലേക്ക് പോയി BJP ടിക്കറ്റിൽ മത്സരിക്കുന്നു. അപ്പോൾ പിന്നെ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമില്ല. ത്രിപുരയിൽ ആകെ 2 സീറ്റ് മാത്രമാണ് പാർലമെന്റിൽ. ആ 2 സീറ്റും അവർക്ക് നല്ലത്. ഇന്ത്യൻ പാർലമെന്റിൽ ഈ തെരഞ്ഞെടുപ്പിൽ അവരെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. നിങ്ങളൊന്ന് മനസ്സുവെച്ചാൽ ഇനി ഈ ജന്മം മാർക്സിസ്റ്റ് പാർട്ടിക്ക്
അരിവളർത്തിയ നക്ഷത്രത്തിന് വോട്ട് ചെയ്യാനുള്ള യോഗമുണ്ടാകില്ല. UDF മണ്ഡലം കമ്മിറ്റി ചെയർമാൻ KM മാത്യു അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി KP കുഞ്ഞിക്കണ്ണൻ, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MC ഖമറുദ്ദീൻ, NA നെല്ലിക്കുന്ന് MLA, മെട്രോ മുഹമ്മദ് ഹാജി, അഡ്വക്കേറ്റ് MC ജോസ്, MP ജാഫർ തുടങ്ങിയവർ സംസാരിച്ചു. A ഗോവിന്ദൻ നായർ, K നീലകണ്ഠൻ, K മുഹമ്മദ് കുഞ്ഞി, 14 അബ്ദുൾ റഹ്മാൻ, ഹക്കീം കുന്നിൽ, കുഞ്ഞാമത് പുഞ്ചാബി, M ഹസൈനാർ തുടങ്ങിയവർ സംസാരിച്ചു. അബുദാബിയിൽ നടന്ന ഇന്ത്യൻ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഹാൻഡ്ബോൾ ടീം അംഗം ഫർസീന് നാടിന്റെ ആദരം. 368 മെഡലുകൾ നേടിയാണ് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ ചരിത്ര വിജയം നേടിയത്. അബുദാബിയിൽ നടന്ന ഇന്ത്യൻ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഹാൻഡ്ബോൾ ടീം അംഗം ഫർസീനിന് നാടിന്റെ ആദരം. 368 മെഡലുകൾ നേടിയാണ് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ ഇന്ത്യ ചരിത്ര വിജയം സൃഷ്ടിച്ചത്. 284 കായിക പ്രതിഭകൾ മാറ്റുരച്ച മത്സരത്തിൽ കേരളത്തിൽ നിന്നുള്ള ഏക അംഗമായിരുന്നു ഫർസീൻ. കാഞ്ഞങ്ങാട് റോട്ടറി സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥിയായ ഫർസീനിന് റോട്ടറി സ്പെഷ്യൽ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ജീവനക്കാരും ചേർന്ന് കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയ സ്വീകരണ പരിപാടിയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ ഫർസീനിന് പൂച്ചെണ്ട് നൽകി വരവേറ്റു. റോട്ടറി സ്പെഷ്യൽ സ്കൂൾ PTA പ്രസിഡന്റ് T മുഹമ്മദ് അസ്ലം പൊന്നാടയണിയിച്ചു. ചടങ്ങിൽ N സുരേഷ്, സത്യനാഥ് ഷേണായി, മധു കിഷോർ, ബീന സുഗു, P പ്രീതി, കുസുമകുമാരി, KK അബ്ദുള്ള ഹാജി, P സുബൈർ, KV രാമചന്ദ്രൻ മാസ്റ്റർ, ഫർസീനിന്റെ കുടുംബാംഗങ്ങൾ, ജനപ്രതിനിധികൾ, വടകരമുക്ക് ബ്രദേഴ്സ് ക്ലബ് പ്രതിനിധികൾ, വിവിധ ക്ലബ് ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. തുടർന്ന് മോട്ടോർ സൈക്കിളുകളുടെ അകമ്പടിയോടെ പുറപ്പെട്ട ഘോഷയാത്ര വടകരമുക്കിലെ ഫർസീനിന്റെ വസതിക്ക് മുന്നിൽ സമാപിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൈവളികെ കയ്യർക്കട്ടയിൽ വീട് കുത്തി തുറന്ന് 25,000 രൂപയും വാച്ചുകളും കവർന്നു. കയ്യർക്കട്ടയിലെ ഫൗസിയ ഫാത്തിമയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. UDF കാസർഗോഡ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നായ്മാർബുലയിൽ ആരംഭിച്ചു. മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഇടതുമുന്നണിയുടെ നിലപാട് നിർഭാഗ്യകരമെന്ന് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുകയാണ് വേണ്ടതെന്നും VM സുധീരൻ. പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥി എന്ന തരത്തിൽ തനിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങളെ തള്ളിക്കളയുന്നതായി UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ. പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികൾ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുന്നത് പുതുമയുള്ള കാര്യമല്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇടതു സർക്കാരിന്റെ ഭരണകാലത്താണ് കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസനമുണ്ടായതെന്ന് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ. 5 വർഷത്തെ BJP ഭരണം രാജ്യം ഉയർത്തിപ്പിടിച്ച എല്ലാ മൂല്യങ്ങളെയും തകർത്തതായും KP സതീഷ് ചന്ദ്രൻ. അങ്കടിമുഗർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും 17 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന കായികാധ്യാപകനുള്ള യാത്രയയപ്പും മാർച്ച് 30-ന് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. ഉപ്പള ദേശീയപാതയിൽ ഹൊസങ്കടി ചെക്ക് പോസ്റ്റിന് സമീപത്തെ കൈവരി തകർന്ന പാലം നന്നാക്കണമെന്ന ആവശ്യം പ്രക്ഷോഭവുമായി നാട്ടുകാർ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.